ആ ഒരാൾ നമുക്ക് 10 ബോൾ എറിഞ്ഞെന്നുണ്ടെങ്കിൽ അവന് നമ്മൾ 25 ബോൾ എറിഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. പോലും ഫുൾ ടോസ് വന്നാൽ പോലും അടിക്കണോ മുട്ടണോ എന്ത് ചെയ്യണം, ഔട്ടായി ഇനി അടുത്ത ചാൻസ് കിട്ടും. ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് ഉടായിപ്പാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കാശ് പോലും അങ്ങനെ നീ സംഭവം ചെയ്യണത് തന്നെ. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് പിന്നെ കല്യാണം കഴിച്ച് പിന്നെ തിരിച്ചു പോയില്ല. അങ്ങനെ വെൽക്കം മൻസൂർ ടു ക്രിക്കറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമുക്ക് എന്നും കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് ഒരുപാട് അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു പ്ലെയറാണ് മൻസൂർ. ആദ്യം തന്നെ ISPLൻ്റെ ഒരു വേദി വന്നപ്പോൾ അവിടേക്ക് വലിയൊരു സെലക്ഷൻ കിട്ടി. അങ്ങനെ ഒരുപാട് വേദികളെ കീഴടക്കിയ ഒരു പ്ലെയറാണ് മൻസൂർ എന്ന പ്ലെയർ. ആദ്യം ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ തുടക്കം അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാകുക? ക്രിക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്ന് വീട് മാറി നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറി. അപ്പോൾ അവിടെ അങ്ങനെ ചെന്നപ്പോൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ പോയി. അങ്ങനെയാണ് ക്രിക്കറ്റ് കളി തുടങ്ങുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അന്ന് നല്ല ക്രിക്കറ്റ് നടക്കുന്നത് തൃശ്ശൂർ സൈഡിലാണ്. നമ്മളവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓണറുണ്ട് സന്തോഷ് വെങ്കിണിശ്ശേരി എന്ന് പറഞ്ഞ PCS നമ്മുടെ ടീം. അപ്പോൾ ആൾ നമ്മുടെ നാട്ടിൽ കളിക്കാൻ വരികയും അവർക്കെതിരെ ഒരു 1-2 ടൂർണമെൻറ്റ്സ് അവർക്കെതിരെ കളിച്ചപ്പോൾ ആൾ നമ്മൾ ആ ടീമിലേക്ക് വിളിച്ച് കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മൾ തൃശ്ശൂർ ക്രിക്കറ്റിലേക്ക് എത്തുന്നത്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഒരു തുടക്കം? എത്ര വർഷങ്ങൾക്ക്? അത് ഒരു 2015, 16, 14, 15, 16 ടൈമിലാണ് ആൾ വരുന്നത്. ആൾ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് 2 ടൂർണമെൻറ്റ് കളിച്ചു. അപ്പോൾ അതിൽ ഞാൻ അവർക്കെതിരെ പെർഫോം ചെയ്തു. കളി നമ്മൾ തോറ്റു. അങ്ങനെ ആളുടെ ടീമിലേക്ക് നമ്മളെ വിളിച്ചു. അപ്പോൾ ആ ടീമിൽ ഞാൻ ഏകദേശം 1 വർഷത്തോളം നമ്മൾ സ്ഥിരമായി കളിക്കാൻ പോകും. അപ്പോൾ ആളെന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ശരി ബാറ്റിംഗ് ബോളിംഗ് ഒക്കെ ഈ കളി ജയിക്കുന്ന കളി നമുക്ക് ചിലപ്പോൾ ബാറ്റിംഗ് കിട്ടും, ബോളിംഗ് കിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഒരു ടൂർണമെൻറ്റ് അവിടെ തൃശ്ശൂരത്തെ ഏറ്റവും നല്ലൊരു ടീമായിട്ട് നമ്മൾ കളിക്കുന്നു. അങ്ങനെ ഒരു ഫൈനൽ കളിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ മെയിൻ വിക്കറ്റൊക്കെ പോയി. ഒരു 3 ഓവറിൽ 60-65 റണ്ണോളം ജയിക്കാൻ വേണം. അപ്പോൾ ആ സമയത്ത് ആരിൽ ഇറങ്ങിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ ബാറ്റ് എടുത്ത് പോയി ആ കളി അടിച്ച് ജയിപ്പിച്ചു. അങ്ങനെയാണ് നമ്മളൊരു കളി ഒന്ന് ചേഞ്ച് ആവണത്. പെട്ടെന്ന് നമ്മളൊരു മൈൻഡ് സെറ്റ് മാറി. പിന്നത്തെ മാച്ച് തുടങ്ങി ഞാൻ ഓപ്പണിംഗ് ആയി. അവിടെ നിന്ന് നമ്മൾ ക്രിക്കറ്റ് ചേഞ്ച് ആവണത്. അപ്പോൾ എത്ര നാള് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ടൈമിലേക്ക്? അതായത് ഞാൻ പുറത്തേക്ക് വരണതെന്ന് പറയുന്നത് 2017-18 ടൈമിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിലാണ് ഈ കളി കളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മുടെ തൃശ്ശൂർ സൈഡിൽ നല്ല ടൂർണമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആഷസിലെ രോഹിത് ഏട്ടൻ, ഉമേഷ് ഏട്ടൻ, അങ്ങനെ ആഷസിലെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ കൊച്ചജീഷ് അങ്ങനെയൊക്കെ പറയുന്ന പ്ലേയേഴ്സ്. ഇവർ നമുക്ക് വേണ്ടി കളിക്കാൻ വരും. ഒരു 4-5 പേര് കളിക്കാൻ വരും. അപ്പോൾ ഈ ട്രിവാൻഡ്രം സൈഡിൽ സോഫ്റ്റ് ബോളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ ഹാർഡ് ബോൾ കളിക്കുമ്പോൾ അന്ന് നമ്മുടെ കൂടെ തീക്കട്ട വിവേക് തീക്കട്ട, അവൻ്റെ നല്ല പീക്ക് ടൈമാണ്. അപ്പോൾ ഇവൻ്റെ കൂടെ നമ്മൾ ഹാർഡ് ബോൾ എന്നെ ഇവൻ്റെ കൂടെ ആൾ വിടാൻ തുടങ്ങി. നമ്മൾ 2 ആൾ ആഷസിന് കളിക്കാൻ പോകും. അവർ അവിടെ നിന്ന് ഒരു 5 ആൾ 6 ആൾ കളിക്കാൻ വരും. അങ്ങനെ ഈ 17-18 സീസണാണ് നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ നല്ല ടൂർണമെൻറ്റ്സും കളിച്ച്. അതിൻ്റെ ഒരു മെയ് ലാസ്റ്റ് നമ്മൾ ആത്രയിൽ വെച്ചിട്ട് ലെതർ ബോൾ ടൂർണമെൻറ്റ് ഉണ്ടായി, ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് ഉണ്ടായി. അതിൽ മാൻ ഓഫ് സീരീസ് ബൈക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ടൂർണമെൻറ്റിൽ എനിക്ക് മാൻ ഓഫ് സീരീസ് ബൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നത്തെ മാസം എനിക്ക് ദുബായിൽ നിന്ന് ഓഫർ വന്ന് ഞാൻ നേരെ ദുബായിക്ക് പോയി. അങ്ങനെയാണ് അവിടെ വെച്ച് നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് നിന്ന്. പിന്നെ ഒരു 2 വർഷം ദുബായിലായിരുന്നു. പിന്നെ കോവിഡിൻ്റെ ടൈമിൽ നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് പിന്നെ കല്യാണം കഴിച്ച് പിന്നെ തിരിച്ചു പോയില്ല. അങ്ങനെ നാട്ടിൽ സ്ഥിരമായത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോൾ ഈ ക്രിക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഫാമിലിയുടെ കാര്യത്തിൽ ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ ടൈമിലൊക്കെ? അതായത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടുമ്പുറ ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ ക്രിക്കറ്റ് ഉണ്ട് നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ +1 +2 പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ചേർന്ന്. പക്ഷെ അതായത് ബാക്കി സ്കൂളുകൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. കളിയുടെ അന്ന് സാറ് ബാറ്റും ബോളും നേരെ പോയി കളിക്കും, ആദ്യത്തെ കളി തോക്കും പോരും. അങ്ങനെയായിരുന്നു. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കോളേജ് തലം പോയി 1 വർഷം പ്രൈവറ്റായി പഠിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഈ പ്രൈവറ്റ് നിർത്തിയിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ പഠിച്ച്. അപ്പോൾ അവനവിടെ എന്നെ വിളിച്ച് അവിടെ ക്യാമ്പിന് പോയി ഇറങ്ങി. അങ്ങനെ ഞാൻ ഫുട്ബോൾ കളിച്ച് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ക്രിക്കറ്റിന് സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 2 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2 വർഷം ലാസ്റ്റ് 2 വർഷം കളിച്ചു. അവിടെ നിന്ന് ക്രിക്കറ്റ് നമ്മൾ ലെതർ ബോളിലേക്ക് ഞാൻ കളിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ലെതർ ബോളിൽ ഒരു ലീഗ് കളിക്കുന്നത് തന്നെ. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അവിടുത്തെ ടെന്നീസ് ബോളായി. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഫോമിലുള്ള സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലെതർ ബോളിനേക്കാളും ഒരു കുറച്ചും കൂടിയും ഓപ്പർച്യൂണിറ്റി ആയാലും ഇപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ആയാലും നമ്മുടെ ഒരു ലൈഫ് കുറച്ചും കൂടി അടിപൊളി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടെന്നീസ് ബോളാണ്. ടെന്നീസ് ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോമായി നിൽക്കുന്ന ടൈം ഉള്ള സമയം വരെ ഇപ്പോൾ ഫോമിലുള്ള സമയത്ത് നമ്മൾ പറയുന്നതാണ്. പക്ഷെ കൊള്ളാണ്ടായി കഴിഞ്ഞു. അതാണ് ടെന്നീസ് ബോളിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഒക്കെ എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിലുള്ള സമയത്ത് സ്ഥിരമായി വൈകിട്ട് ഇപ്പോൾ നമ്മളവിടെ കളിക്കുന്ന നമ്മൾ സ്ഥിരമായി നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ ഒരു KKTM കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് ഗ്രൗണ്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കളിക്കുന്നത്.
വൈകിട്ട് നമ്മൾ ഇന്നുമ്പോൾ ഒരു 5 മണി 5 കാലമാകുമ്പോൾ കളിക്കും. അത് നല്ല അത്യാവശ്യം ആ ഏരിയതെല്ലാം നല്ല പ്ലേയേഴ്സ് വന്നിട്ട് കളിക്കുന്നത്. അത് നല്ലാണ്ട് നമ്മളിപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ഇല്ല. പിന്നെ ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ചില ഷോട്ട്സ് മോശമാകുമ്പോൾ നമ്മൾ നെറ്റ്സിൽ പോയിട്ട് ആ ഷോട്ട്സിന് വേണ്ടി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എത്രത്തോളം മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? അതായത് ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് സമയത്ത് ഇപ്പം നമ്മൾ പുറത്ത് കളിക്കാൻ പോകുമ്പോൾ പറഞ്ഞാൽ വലിയ ബൗണ്ടറി 65-70 മീറ്റർ. അപ്പം നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ലെഗ് സ്റ്റെമ്പിലേക്കാക്കി ഫുള്ള് ക്രോസ് ബാറ്റ് കളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അവസാനം ഇപ്പോൾ നമ്മൾ ഇബാ കപ്പ് കളിച്ചപ്പോൾ ഞാൻ കുഴപ്പമില്ലാണ്ട് ഒരു ആവറേജ് പെർഫോമൻസ് ചെയ്ത് അതിലായ പോലും നേരെ ഒരു ബോൾ ഞാൻ അടിച്ചിട്ടില്ല, എല്ലാം ക്രോസ് ബാറ്റിന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ISPL വന്നപ്പോൾ ഞാൻ എന്താക്കി, നമ്മളവിടുത്തെ ടർഫ് എടുത്ത് ഒരു മണിക്കൂറോളം നേരെ കളിച്ച് അങ്ങനെ. അതായത് നമ്മൾ ഒരു സൈഡ് കളിച്ച് പിന്നെ എല്ലാ ഷോട്ടും നമ്മൾ അതിൽ തന്നെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു ഇപ്പോൾ നേരെ കളിക്കാൻ പറ്റുള്ള അങ്ങനത്തെ ഒരു ഇത് വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അല്ലാണ്ട് അങ്ങനെ എടുക്കലില്ല നമ്മൾ. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഡെയിലി വൈകിട്ട് കളിയുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ISPL വരുന്നതിന് മുമ്പ്, ISPL എന്നുള്ള ആ ഒരു ഡ്രീം വേദി വരുന്നതിന് മുമ്പ് മൻസൂർ കളിച്ചിട്ടുള്ള ഏറ്റവും വലിയ വേദി അല്ലെങ്കിൽ ഏറ്റവും കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് കളിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റ് അങ്ങനെയൊക്കെ ഏതാണ്? അതായത് ഇപ്പോൾ ISPL മുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 10PL കളിച്ചിട്ടുണ്ട് ദുബായിൽ വെച്ചിട്ട്. അതായത് കോവിഡിൻ്റെ ലാസ്റ്റ് സമയത്താണ് 10PL ലാസ്റ്റ് ദുബായിൽ നടക്കുന്നത്, ഷാർജ സ്റ്റേഡിയത്തിൽ. അപ്പോൾ അന്ന് ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഹാഷ്മി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ കൂടെ ഗെയിൽ കുട്ടപ്പൻ, നംഷി, അങ്ങനെ കേരളത്തിൽ നിന്ന് അത്യാവശ്യം പ്ലേയേഴ്സ് നമ്മൾ കേരളത്തിൽ നിന്ന് അതായത് നമ്മൾ കളിച്ച 15 സ്ക്വാഡും മലയാളികൾ തന്നെയായിരുന്നു. നമ്മളത് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ട് ക്വാർട്ടർ ഫൈനൽ നമ്മൾ തോക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ യാത്രയിൽ എനിക്ക് ബൈക്ക് കിട്ടിയ ടൂർണമെൻറ്റാണ്. പിന്നെ എനിക്ക് 2022 MCL ആണ്. അതായത് എനിക്ക് എൻ്റെ കൊച്ചുണ്ടായി അതായത് കൊച്ചി 1:15 കൊച്ചിന് എൻ്റെ കൈ കിട്ടണേ. 3 മണിക്ക് എനിക്ക് യാത്രയിൽ ഫസ്റ്റ് കളിയായിരുന്നു. അതായത് ഹാട്രിക് ആയിട്ട് ഫസ്റ്റ് ഡേ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു 60 കിലോമീറ്റർ ഉണ്ടായി. അപ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ട് ഞാൻ കളിക്കാൻ വരുന്നത്. കൊച്ചിനെ കിട്ടി, കൊച്ചിനെ കണ്ടു, പിന്നെ നേരെ വന്ന് ഗ്രൗണ്ടിൽ കളിച്ച്. ആ ടൂർണമെൻ്റാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ടൂർണമെൻറ്റ്. ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞ ഒരു മാൻ ഓഫ് ദി സീരീസ് ഒക്കെ അടിച്ചതിന് ശേഷം ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്തപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ഇപ്പോൾ ആ ഡേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ കൊച്ചുണ്ടായ ദിവസം അത് ജനുവരി 8-നാണ് കൊച്ചുണ്ടാവുന്നത്. ജനുവരി 8-9 ആയിരുന്നു ആ MCL ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ടൂർണമെൻറ്റ് വരെ ഞാൻ സ്ട്രഗിളിങ് ആണ്. അതായത് കോവിഡ് കഴിഞ്ഞ് കളി കുറവ്, കയ്യിൽ കാശില്ല, അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഗൾഫിലേക്ക് പോകാൻ ട്രൈ ചെയ്യാണ്. അന്നൊന്ന് റെഡി ആവാനുള്ള അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ടൂർണമെൻറ്റ് വന്നു. ആ ടൂർണമെന്റിൽ ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബെസ്റ്റ് ബോളർ, മാൻ ഓഫ് സീരീസ് ഞാനായിരുന്നു. അങ്ങനെയായിരുന്നു ആ ടൂർണമെന്റ്. നമുക്കൊരു ടൈം വരും എന്നുള്ള വിശ്വാസം എപ്പോഴും. അത് പറയാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഇപ്പം നമ്മളൊരു ഡിസിഷൻ, ഇപ്പം ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. ആ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നടക്കണമെന്നില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം നമ്മളെ തേടി. എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം എടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പക്ഷെ അത് നടക്കൂല. പക്ഷെ അതിനും നല്ലൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടക്കാറുണ്ട്. ഇപ്പം ഈ നിമിഷം വരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദിയിലേക്ക് വന്ന് ഫസ്റ്റ് ISPL അനൗൺസ് ചെയ്തപ്പോൾ എന്തെങ്കിലും മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് ആ വേദിയിലേക്ക് എത്താൻ പറ്റും അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇതെന്ന് പറഞ്ഞാൽ ഈ ISPL എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി നമ്മൾ കാണുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊരു ഡൈപ്പ് സംഭവം എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ടൂർണമെൻറ്റ് കളിക്കാൻ വിവേക് മോഹനാണ് എന്നോട് പറയണത്, ഇങ്ങനൊരു ടൂർണമെൻറ്റ് നീ രജിസ്റ്റർ ചെയ്യും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഷിജലപ്പായാലും റമീസ് ആയാലും ഒരു ഓൾമോസ്റ്റ് മെയിൻ പ്ലേയേഴ്സ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതിൽ എന്നോട് പറയണം. അപ്പോൾ ഞാൻ എന്താക്കി, അപ്പോൾ 1175 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് ഉടായിപ്പാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കാശ് പോകുമല്ലോ, അങ്ങനെയാണ് ഈ സംഭവം ചെയ്യണത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ട്രയൽസ് വരുന്നത് നമ്മുടെ മലപ്പുറം MCL ഉണ്ട്, മലപ്പുറം ക്രിക്കറ്റ് ലീഗ്. ആ ഒരു ഡേറ്റിലാണ് വരുന്നത്. അപ്പോൾ വിവേക് മോഹനൊക്കെ അതിന് വേണ്ടി നല്ല ഡെഡിക്കേഷൻ എടുത്തിട്ട് വിവേക് മോഹൻ ആ ടൂർണമെൻറ്റ് ഒഴിവാക്കിയിട്ടാണ് ആ ട്രയൽസിന് പോയത്. ആ ടൂർണമെൻറ്റ് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഉള്ള ഒരു ടൂർണമെൻറ്റാണ്. മലപ്പുറത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് ടൂർണമെൻറ്റാണ്. പ്രൈസ് മണീനേക്കാൾ ഉപരി അവിടെ കളിക്കുന്ന ഓൾമോസ്റ്റ് പ്ലേയേഴ്സ് ഐക്കൺസിന് തന്നെ എനിക്ക് തോന്നുന്നു പേയ്മെൻറ്റ് ആ പ്രൈസ് മണിക്ക് ഒപ്പം ഉണ്ടാവും. ഓരോ പ്ലേയേഴ്സിന് കിട്ടുന്ന എമൗണ്ട് അത്രയും നല്ല ടൂർണമെൻറ്റാണ്. വിവേക് മോഹൻ അത് ഒഴിവാക്കിയിട്ടാണ് പോയത്. എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ഇന്ന് കളിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ട്രയൽസ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ ട്രയൽസിന് പോകില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ സംഭവം എന്നാണ്. പിന്നെ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ടോക്ക് എന്ന് പറയുന്നത് ഈ നോർത്ത് ഇന്ത്യൻ ലോബിയാണ്. അങ്ങനെ ഒരു ഇതാണ്. നമ്മൾ പോയാൽ നമുക്ക് കിട്ടൂല. ഇപ്പം നമ്മളറിയണത് തന്നെ മുന്നത്തെ സീനിയർ പ്ലേയേഴ്സ് നമ്മളോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നീ പോയിട്ട് കാര്യമൊന്നുമില്ല, അത് നമുക്ക് കിട്ടില്ല. പക്ഷെ അവരൊരു ഫോർമാറ്റ് വേറെ ആയിരുന്നു. സൗത്തിൽ ഒരു ടീമിൽ 12 പേര്, അതായത് ടോട്ടൽ ആ ടൂർണമെൻറ്റിൽ 6 ടീമാണുള്ളത്. അതിലൊരു ടീമിൽ സൗത്തിൽ നിന്ന് 2 പ്ലേയേഴ്സിന് എന്തായാലും എടുക്കണം, സ്ക്വാഡിൽ എടുക്കണം, ഇപ്പം 16 എടുക്കണം. അതേമാതിരി തന്നെ ഒരാളെ 11 എന്തായാലും കളിപ്പിക്കാൻ അങ്ങനെ റൂളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചാൻസ് കിട്ടി. ആ ചാൻസിൽ നമ്മളിപ്പോൾ ഞാൻ കളിച്ച് KVN ബാംഗ്ലൂർ സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞ ടീമിലാണ്. ആ ടീമിൽ ഓൾമോസ്റ്റ് എനിക്ക് സെക്കൻഡ് ടോപ്പർ ഞാനായിരിക്കും. എനിക്ക് ഫസ്റ്റ്
തോമസ് ഡയാസാന്ന് തോന്നുന്നു ഏറ്റവും നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ റൺ ഇത് ചെയ്തത് സെക്കൻഡ് ഞാനായിരുന്നു. ഒരു മാൻ ഓഫ് ദ മാച്ച് കിട്ടി. അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ ഞാൻ റായ്ഗഡ് എന്ന് പറയുന്ന ടീമാണ്, അങ്കൂർ സിംഗ് ബണ്ടിയൊക്കെ കളിക്കുന്ന ടീമിൽ ഇപ്പോൾ നമ്മൾ ആ ടീമിലെ സ്ഥിരം പ്ലെയറായി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൂർണമെൻറ്റും ഇപ്പോൾ കളിയുണ്ട്, അവരെ കൂടി നമ്മൾ കളിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ അവരുമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ഒരുപാട് വേദികൾ കീഴടക്കി അവരുമായിട്ട് കളിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് പറഞ്ഞാൽ നമ്മളെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റും നോർത്തിലെ ക്രിക്കറ്റും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മാറി ഉണ്ടെന്നാലും ഇവിടെ സീസൺ എന്ന് പറഞ്ഞാൽ പോലും ശനി ഞായർ മാത്രമേ കളിയുള്ളൂ. ഇപ്പം നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സ് എങ്ങനെ വെച്ചാൽ 2 ദിവസം കളിക്കാൻ പോകണു, ബാക്കി 5 ദിവസം ജോലിക്ക് പോകണം. പക്ഷേ പുറത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ നമ്മളല്ലെങ്കിൽ ലെതർ ബോൾ കളിക്കുന്ന അത്യാവശ്യം ആ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ അവർ ഒരു 10 വർഷം ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ അവർ ലൈഫിൽ ജീവിക്കാനുള്ള അവർ സമ്പാദിക്കും. അവർ ബാങ്ക് ബാലൻസ് സെറ്റാണ്. ഫോമിലുള്ള ഒരു പ്ലെയർ ഒരു 5 വർഷം 6 വർഷം 10 വർഷം കളിച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റായി. അതെന്ന് വെച്ചാൽ അവർക്ക് കളി എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസം 6 ദിവസം അവർ കളിയാണ് സീസൺ ആയാൽ. ഇപ്പോൾ പോലും ഓഫ് സീസണിൽ പോലും മഴക്കാലത്ത് പോലും അവർ സ്റ്റമ്പർ ബോളിൽ ടൂർണമെൻറ്റ്സാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു ടൂർണമെൻറ്റോ അങ്ങനെയാണ് നടക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 5000-10,000 രൂപ പ്രൈസ് മുതൽ ടൂർണമെൻറ്റ് നടക്കണ പോലെ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ കളി നടക്കണം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അവർ പ്രൊഫഷണലായിട്ടാണ് കാണുന്നത്. അതായത് അവർ കളിക്കുന്നു അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ 2 ദിവസം കളിക്കുന്നു, ബാക്കി ഇപ്പം ഞാൻ ജോലിക്ക് അങ്ങനെ പോകുന്ന ആളല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ കളിക്കുന്ന ഒരു 60-70% ആൾക്കാർ എന്ന് പറഞ്ഞാൽ 2 ദിവസം കളിക്കുന്നു, ബാക്കി 5 ദിവസം ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പം ഞാനിപ്പോൾ ഒരു പ്ലെയറാണ്, ഇപ്പം എനിക്കിന്ന് കളിയില്ല, ഞാനിന്ന് കളിക്കാൻ ഞാനിപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ പോകണമെന്നുള്ള അവസ്ഥ പറഞ്ഞാൽ ഇപ്പം ഞാനൊരു 3 ആളെ വിളിക്കുകയാണെങ്കിൽ ഒരാളെ വരുള്ളൂ. ആ ഒരാൾ നമുക്ക് 10 ബോൾ എറിഞ്ഞെന്നുണ്ടെങ്കിൽ അവന് നമ്മൾ 25 ബോൾ എറിഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേരായിട്ടൊരു പ്ലെയർ വേണ്ട, ഒരു ആവറേജ് പ്ലെയർ ആയാൽ പോലും അവൻ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവന് ബോൾ എറിഞ്ഞ് കൊടുക്കാൻ 20-25 ആൾ ബോൾ എറിഞ്ഞ് കൊടുക്കാനുണ്ടാവും. 100 ബോൾ 200 ബോൾ എറിഞ്ഞെടുക്കാൻ ബോൾ പറക്കാനായിട്ടുണ്ടാവും ഒരു 10 ആൾ 15 ആൾ. അങ്ങനെ അവരെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഇപ്പം ഞാൻ തന്നെ പോലും ഗുജറാത്തിലൊരു കളിക്ക് പോയിട്ട് ബണ്ടി പട്ടേലിൻ്റെ ഫാൻസിനെ കണ്ടിട്ട് നമ്മുടെ ബോധം പോയി. നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ അവിടുത്തെ ജംഗ്ഷനിൽ ഒരു സിനിമ നടൻ വന്ന കൂടെ ഒരു 50 ആളുണ്ടാവും. അതിലൊരു എത്ര വലിയ ആളായിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ട്. ഇത് ബണ്ടി പട്ടേലിൻ്റെ കളി കാണാൻ മാത്രം ഗുജറാത്തിൽ വന്ന ഒരു 10,000-15,000 ആൾ കളി കാണാൻ വന്നിട്ട് ബണ്ടി പട്ടേൽ ഔട്ടായി കഴിയുമ്പോൾ ആ ഗ്രൗണ്ട് മൊത്തം കാലിയാവണം. ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നോർത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മനെ അതിശയിച്ചു പോലും, നമ്മളെ പോലും ആൾക്കാർ സാർ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൊരു കളി പോയി അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം, നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ ഒരു വേറെ ലെവലാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റും പുറത്തെ ക്രിക്കറ്റും തമ്മിൽ ഭയങ്കര. അതായത് ISPL ഈ ഒരു സെലക്ഷൻ കിട്ടുന്ന ടൈമിൽ ആ ഒരു ഓപ്ഷൻ നടക്കുന്ന സമയത്ത് എവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ കിട്ടി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് സാറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് രാഹുൽ അണ്ണൻ വിളിച്ചിട്ട് നമ്മൾ ഫാൽക്കൺ കപ്പ് അന്ന് സെമി ഫൈനലുള്ള ഡേ ആണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ടൈമിലാണ് ഞാൻ ഓപ്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ മുതൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ സോണായിട്ടാണ് പ്ലേയേഴ്സിനെ വിളിക്കേണ്ടായത്. ഫസ്റ്റ് സെൻട്രൽ അങ്ങനെ. അപ്പോൾ നമ്മളെ സൗത്ത് വന്ന് അപ്പോൾ സെൻട്രൽ എനിക്ക് ആഷിഖ് അലി നമ്മളെ കേരളത്തിൽ നിന്നല്ല, ആഷിഖ് അലി കൊൽക്കത്തയിൽ നിന്നാണ് ആഷിഖ് അലി മറ്റേ ട്രയൽസിന് ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ആഷിഖ് അലി വേറെ സോണായിരുന്നു. അപ്പോൾ ആഷിഖ് അലി സോൾഡായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സൗത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ആകാംക്ഷയിൽ ഇരിക്കണം. അങ്ങനെ നമ്മൾ അറിയാത്ത കുറച്ച് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മലയാളികൾ മാത്രമല്ല, ഓൾമോസ്റ്റ് മറ്റേ ചെന്നൈ അതേമാതിരി കർണാടകത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ പേര് വന്ന് അപ്പോൾ റേഞ്ച് പോയി. അപ്പോൾ പിന്നെ ഞാൻ ആകെ ഇതായി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വിവേക് മോഹനാന്നുകൊണ്ട് വിവേക് മോഹൻ മെസ്സേജ് അയച്ച് നീ ഇങ്ങനെ സോൾഡായി 3,20,000 സോൾഡായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതായത് നമ്മൾ ഈ ട്രയൽസിന് പോണത് പോലും ഇതൊരു സത്യമാണോ എന്ന് അറിയാണ്ട് പോലുമാണ് പോണത്. അങ്ങനെ പോയി ഇങ്ങനത്തെ ഒരു ഇതിലെത്തുന്ന പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇപ്പോൾ റമീസ് ആയാലും ഷിജിലപ്പായാലും അവർക്ക് പോലും അത് കഴിഞ്ഞപ്പോൾ അവർ പോലും ഇത് പോവാണ്ടിരുന്നുള്ള ഒരു ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്, ഇതിലിങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സത്യം എന്ന് അറിയില്ല. പക്ഷെ അവർക്ക് പോലും ഇത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പോവാത്തതിൽ അവർ എന്തായാലും അതിലൊരു വിഷമം ഉറപ്പായിട്ട് അവരെ വിഷമിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ മെയിൻ കുറേ പ്ലേയേഴ്സ് ഉണ്ട്, അതായത് ടാലൻ്റുള്ള പ്ലേയേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ട്രയൽസ്, അവരുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് പോലും ചില സമയത്ത് നമുക്ക് ഇവരെന്താ ഇങ്ങനെ ഇപ്പം ഞാൻ ചിലപ്പോൾ 6 ബോൾ കളിച്ച് 6 6 അടിച്ച് ചിലപ്പോൾ എനിക്ക് ട്രയൽസിലില്ല. അത് അവരുടെ ഒരു എന്താ പറയുക ട്രയൽസിൻ്റെ ഇതൊരു വേറെ ടൈപ്പാണ്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർ വരും ലെതർ ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നത്. അവരിപ്പോൾ എന്ത് നോക്കിയിട്ട് നമുക്ക് ട്രയൽസ് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓപ്ഷനിൽ സോൾഡായി എന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വിളിക്കാൻ തോന്നിയത് ആരാ? വിളിച്ച സമയത്ത് എന്തായിരുന്നു അവിടെ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
അതായത് ഇപ്പോൾ ഈ ഓപ്ഷനിൽ കിട്ടിയ സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ ഫാമിലിക്കാണ് വിളിക്കുക. അപ്പം എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ്, അതായത് ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പെൺകുട്ടീനെ, അതായത് ചെറുപ്പം തുടങ്ങി കണ്ടുപോകാം, ലവ് മാരേജ് ഒന്നുമല്ല, പക്ഷേ അങ്ങനെയാണ് നിന്നേക്കണത്. അപ്പോൾ ഞാൻ നാട്ടിൽ ഒരു ക്രിക്കറ്റർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി ക്രിക്കറ്റിനെ പറ്റി അറിയണം. അവളായിട്ട് ഞാനൊന്നും പറഞ്ഞു കൊടുക്കാറില്ല, എന്നോട് ചോദിച്ചാൽ എനിക്ക് ചോദിക്കാൻ ഇഷ്ടമല്ല, എനിക്കങ്ങനെ പറയാനൊന്നും ഇതില്ല. അപ്പോൾ അവളായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കി ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ നോക്കി കാര്യങ്ങൾ പഠിച്ചിന്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഞാൻ വീട്ടിലേക്ക് അവൻ വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഇപ്പോൾ ചോദിക്കുമ്പോൾ കറക്റ്റ് ഓർമ്മ കിട്ടില്ല, അത് സന്തോഷത്തിലാണ്. പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ്, അതേമാതിരി തന്നെ നമ്മുടെ ഈ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ ഒരാളുണ്ട് പീസിൽ വെങ്ങണിശ്ശേരി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൻ പുറത്ത് നിന്ന് ആളുടെ ടീമിലേക്ക് കൊണ്ടുപോയി 2 കൊല്ലം 1.5 കൊല്ലത്തോളം കളിച്ച് ആ ഒരു ചാൻസ് കിട്ടി. അവിടെ നിന്നാണ് നമ്മളെ ലൈഫ് ചേഞ്ച് ആവണം. ഇപ്പോൾ ഈ ബൈക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതുപോലും ആളാ ടീമിൽ വിളിച്ചെന്നെ കളിപ്പിച്ചിട്ടാണ് എനിക്ക് അവിടെ നിന്ന് ആ ബൈക്ക് കിട്ടണേ. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ ആളെ ഉറപ്പായിട്ട് ഞാൻ ആദ്യം വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആളെ വിളിച്ച് പിന്നെ നമ്മൾ ഫാമിലിനെ വിളിച്ച് പിന്നെ പറയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും കാണുമല്ലോ. അതൊരു ഭയങ്കര ഒരു ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ് അത്. പിന്നെ നമ്മുടെ ഇവിടെ നിന്നൊരു ടീം അന്ന് ആ ടൈമിലാണ് അതിന് മുമ്പാണെന്ന് അറിയില്ല, കേരളത്തിൽ നിന്ന് ഒരു കേരള ടീം ഇറങ്ങിയിട്ട് ഗുജറാത്തിൽ ചെന്നിട്ട് ഭയങ്കര നമ്മൾ അത്രയും വലിയ പ്ലെയേഴ്സ് വന്ന ടൂർണമെൻറ്റിൽ 2nd പൊസിഷൻ എത്തിയപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലും നമുക്ക് ടാലൻറ്റഡ് ഇനിയും ഒരുപാട് പേരെ ഇതിൽ കൊണ്ടുവരാം, അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ന്യൂസുകൾ എന്തെങ്കിലും പിന്നീട് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതായത് ഇതിലെ സംഭവം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഗുജറാത്ത് ടൂർണമെൻറ്റിനെ പേര് പറയാം. അതായത് ഞാൻ ഓൾമോസ്റ്റ് അതിന് മുന്നേ ഒരു 4-5 ടൂർണമെൻറ്റ് ഞാൻ പുറത്ത് പോയി കളിച്ചിട്ടുണ്ട്. ഈ ലാം ട്രോഫി പോയിട്ടുണ്ട്. ഇനി മുന്നേ ഗുജറാത്ത് ടൂർണമെൻറ്റ് പോകണേ മുന്നേ കുറച്ച് ടൂർണമെൻറ്റ്സ് ഞാൻ പുറത്ത് പോയി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടീം സെറ്റായപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ഈ കേരളത്തിൽ ഫസ്റ്റ് ഗുജറാത്ത് നമുക്ക് പോകുന്ന ടൈമിൽ ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എനിക്കപ്പോൾ നമ്മളെ ജൂൺ ടൈം സ്റ്റാർട്ടാവുന്ന ടൈമാണ്. അപ്പോൾ നാട്ടിൽ മഴ. അപ്പോൾ ഞാൻ നേരെ ദുബായിൽ ഒരു ടീമായിട്ട് സംസാരിച്ച് ഞാൻ 2 മാസം ദുബായി കളിക്കാൻ പോകുന്ന ടൈമാണ്. അപ്പം ഇവർ വിളിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് അവിടുത്തെ ഒരു കളി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 65-70 ഇത് ബൗണ്ടറിയാണ്. ഈ നമ്മുടെ ലെതർ ബോൾ ലെങ്ത്തിലുള്ള ക്രിക്കറ്റാണ്. നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഹാർഡ് ബോളായ പോലും നമ്മളിവിടെ കളിക്കുന്നത് ചെറിയ സ്റ്റെപ്പിലെ കളി, ബൗണ്ടറി ചെറുതാണ്. ഇപ്പോൾ സോഫ്റ്റ് ബോളായാലും നമ്മളെ കളി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വലിയ സീരിയസ് ആക്കിയില്ല. ഞാൻ വിചാരിച്ച് വല്ലായി ഞാൻ പറയണേ, നമ്മൾ ഒരിക്കലും ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ടീം പോയി, നമ്മൾ വിന്നേഴ്സ് ആവേണ്ട കളിയാണ്. നമ്മളൊരു ഭാഗ്യമൊക്കെ കേടുകൊണ്ട് നമ്മൾ റണ്ണേഴ്സായി നല്ല ടീമുകളൊക്കെ തോപ്പിച്ച്. എനിക്ക് തോന്നുന്നു ഫൈനലിൽ നമ്മൾ കളിച്ച ടീമിനേക്കാളും നല്ല ടീമുകൾ നമ്മൾ ഓൾറെഡി തോപ്പിച്ചേക്കണം. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് കളി കാണുമ്പോൾ എനിക്കന്ന് ഭയങ്കര വിഷമമുണ്ടായി. അതായത് ഫസ്റ്റ് ആഡ് ചെയ്തതിൽ ഒരാളായിരുന്നു ഞാൻ. എന്നിട്ട് ഞാനിങ്ങനെ ദുബായിൽ പോവുകയാണെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അപ്പോൾ ചേഞ്ച് ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ ദുബായി പോവാം, നമ്മളൊരിക്കലും അങ്ങനെ. പക്ഷെ അതൊരു ഭയങ്കര ഇതായി. അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ടൂർണമെൻറ്റ്സ് പോകുമ്പോൾ അന്ന് റോഷൻ ബെസ്റ്റ് മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു. റോഷനെ പറ്റി ഇപ്പോഴും അതായത് കമൻട്രി പറയുന്ന ആൾക്കാർ റോഷനെ പറ്റി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അന്ന് റോഷൻ, അതേമാതിരി പ്രണവ് എല്ലാവരും കളിച്ചേക്കണം. എന്നാലും ഒന്നുകൂടി ഇപ്പോൾ ഇപ്പം നമ്മളായ പോലും ഇപ്പം ഞാനിപ്പോൾ നോർത്തിൽ കളിക്കുമ്പോൾ പോലും നമ്മളിവിടെ ഞാൻ ഓപ്പണറാണ്. പക്ഷെ അവിടെ ഒരിക്കലും ഞാൻ ഓപ്പണറല്ല. ചിലപ്പോൾ നമുക്ക് അവിടെ 3-4 ബോളാകും കിട്ടുക, ചിലപ്പോൾ ഇമ്പാക്റ്റ് പ്ലെയർ ആവും, ചിലപ്പോൾ സബ്ബായിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ കളി. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു ബോൾ ഇറങ്ങി നമ്മളൊരു 6 അടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാണികൾ നമ്മളെ തിരിച്ചറിയും. അപ്പോൾ അവരത് കഴിഞ്ഞ് നമ്മളോടുകൂടി ഒരു 6 അടിച്ചാൽ മതി, നമ്മളെ കൂടെ വന്ന് സെൽഫി എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് റോഷൻ എന്ന് പറഞ്ഞാൽ റോഷൻ പ്രണവൊക്കെ അത്യാവശ്യം വലിയ ഇന്നിങ്സുകൾ അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ഇപ്പോഴും അവിടെ സംസാരങ്ങളും ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട് അവരെ പറ്റി. അപ്പം ഞാൻ അന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ ദുബായിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ പോവായിരുന്നു, മിസ്സായി പോയി. അങ്ങനെ നമ്മൾ പറയുന്നത് കേരളത്തിൽ കൂടുതലും ഹാർഡ് ബോൾ ക്രിക്കറ്റിനെക്കാട്ടിൽ കൂടുതലായിട്ട് സോഫ്റ്റ് ബോൾ ക്രിക്കറ്റാണ് എല്ലായിടത്തും കണ്ടുവരുന്നത്. ഈ 2 ബോളിലും കളിച്ചിട്ടുള്ള മൻസൂറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഇതിൽ വ്യത്യാസം തോന്നിയിട്ടുള്ളത്? അതായത് ഞാൻ പറയുന്നത് ഞാൻ ഒരു തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ നമ്മളെ തൃശ്ശൂരത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ബോളിൽ കുറച്ച് ബാക്കിലാണെന്നാണ് പറയണേ. അത് ഓൾമോസ്റ്റ് ശരിയാണ്. എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ സോഫ്റ്റ് ബോൾ കളികൾ വരണതെന്ന് വെച്ചാൽ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ മഴക്കാലം കഴിയുന്ന ആ ഒരു അളവിലാണ് സോഫ്റ്റ് ബോൾ കളി വരുന്നത്. അതും നമ്മുടെ നാട്ടിലെ കളി എന്ന് പറയുന്നത് നേരെ പോകുന്ന ആൾക്കാരാണ്, നേരെ എറിയണ്, നമ്മൾ ഹാർഡ് ബോൾ അടിക്കുന്ന പോലെ അടിക്കുന്നു പോണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ തൃശ്ശൂർക്കാർ ഇപ്പം എന്നെ പോലും ഇപ്പം ഞാനിപ്പോൾ നമ്മളിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ ടൂറിനിൽ ഈ പരപ്പനങ്ങാടി PCB കപ്പ് കളിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ഓണർ എന്നെ കളിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ആളോട് പറയുന്നുണ്ട്, ഞാൻ സോഫ്റ്റ് ബോൾ കളി കുറവാണ്, നിങ്ങൾ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് ഒരു പ്ലെയറെ നോക്കിക്കോ. അതായത് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ മൈൻഡിൽ പേടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 2-3 മാസമായിട്ട് സോഫ്റ്റ് ബോൾ കളിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എങ്ങനെ വെച്ചാൽ നമ്മുടെ ഒരു ഡേ ആണ്. ഇപ്പോൾ ഹാർഡ് ബോൾ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. സോഫ്റ്റ് ബോൾ ആകുമ്പോൾ ഈ തിരിപ്പ് ആൾക്കാർ വരും. പക്ഷെ നമ്മുടെ ഡേ ആണ്, നമ്മൾ കളിക്കും, അടിക്കും. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ
ഈ നമ്മളെ ടൂർണമെന്റ്സ് ഉണ്ടാകുമ്പോൾ ഇപ്പം നമുക്കൊരു വിളി വരണമെങ്കിൽ ഓൾമോസ്റ്റ് വിളി വരാം. ഇപ്പം നല്ല മെയിൻ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ഷിജിലപ്പ റമീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടപ്പനായിക്കോട്ടെ. ഇപ്പം ഇവരൊക്കെ ഒരു സ്ഥലത്ത് അയക്കാൻ നിന്നിട്ട് ഇവർ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ഇവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് വരാണ്ടാവുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിളി വന്നേക്കണേ. ആദ്യം കുറച്ച് കാലമൊക്കെ 1-2 സ്ഥലത്തൊക്കെ നമ്മൾ അയക്കാൻ നിന്നിട്ടുണ്ട്. സോഫ്റ്റ് ബോൾ നമ്മളെ വിളിക്കാറുണ്ട്. പിന്നെ നമ്മളെ കൂടുതൽ വിളിക്കാറെന്ന് വെച്ചാൽ മെയിൻ പ്ലേയേഴ്സ് ആയിരിക്കും എന്തെങ്കിലും ഒരു വയ്യായിക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഞാൻ അങ്ങനെ ഐക്കൺ വന്ന് കളിക്കാറുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ 2 കളിക്കും, നമ്മുടെ ദിവസം കൂടി നമ്മൾ കളിക്കും. ആ ഒരു ഇതാണ്. എങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ടൈമിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞാൽ ലെങ്ത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായി കളിക്കുന്ന ലെങ്ത്തിൽ നിന്ന് വ്യത്യാസത്തിലാണ്. അപ്പോൾ ഈ നോർമലി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആ ലെങ്ത്തിൽ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ്. നമ്മളെ സംബന്ധിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഈ ലെങ്ത്തേക്ക് മാറി പിന്നെ ബോളേഴ്സ് മാറുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പോയി നിൽക്കണ്. നമ്മളെ ഫസ്റ്റത്തെ ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു 2 ബോളിൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ 2 ബോൾ 3 ബോൾ നമ്മൾ സഫർ ചെയ്ത് പോയി. പിന്നെ നമ്മൾ ബാറ്റിൽ കണക്ട് ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണിന് അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആദ്യത്തെ ഒരു കളി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ തന്നെയാണ് പോവുക. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കാറോ അല്ലെങ്കിൽ ഈ പറയണ പോലെ നമ്മൾ വിരൽ നോക്കാറോ കൈ നോക്കരുത്. ബോൾ വരല് നോക്കണ് കാണുന്നു അങ്ങനെ. ഇന്ന സമയത്ത് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറാണ്. ആ ഒരു സമയത്ത് ബോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിക്കറ്റേഴ്സിന് ഇഞ്ചുറി ഒരുപാട് വരാറുണ്ട്. ആ ഒരു ടൈമിൽ മൻസൂർക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ഈ ഇഞ്ചുറി വന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ നിന്ന് റീഹാബ് ചെയ്യാറുണ്ടോ? അതെന്തായിരുന്നു ഒരു ഇഞ്ചുറി ടൈമൊക്കെ എങ്ങനെയായിരിക്കും അതിൽ നിന്ന് ഇതായിട്ട് വരുന്നത്? അതായത് എൻ്റെ ലൈഫിൽ ഒരു ഏറ്റവും വലിയൊരു ഇഞ്ചുറി അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ 29 വയസ്സായി. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒരു 2016-17 സമയത്ത് കോളേജിലെ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകിട്ട് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. ആ ബോൾ എടുക്കാൻ വേണ്ടി ഒരു കുഴിക്ക് ചാടി കയ്യുത്തി വീണ് കൈയുടെ 2 എല്ലൊടിഞ്ഞ് സ്റ്റീലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലൊരു ഭയങ്കര നമുക്കൊരു നല്ല അത്രയും കുറച്ച് ബുദ്ധിമുട്ടേറിയൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസത്തോളം നമ്മുടെ കൈ നമ്മൾ പ്ലാസ്റ്ററിലായിട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അതഴിച്ച് എന്നോട് ഡോക്ടർ കറക്റ്റ് പറയണെങ്കിൽ 9 മാസം കഴിഞ്ഞിട്ടാണ് എന്നോട് ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിക്കോളാൻ പറയുന്നത്. ഞാൻ 1.5 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ കോളേജ് മാച്ചസ് കളിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി കളിച്ച് അത് വീട്ടിലറിയിട്ടില്ല. ഞാൻ കോളേജിൽ പോയി ഞാൻ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് കളി തുടങ്ങിക്കോന്ന് പറഞ്ഞു. അതായത് എൻ്റെ ആ സമയത്ത് ലെഫ്റ്റാണ് കൈ ഓടിക്കുന്നത്. റൈറ്റ് ഹാൻഡിനേക്കാളും പവർ ഉണ്ടായിരുന്നത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1.5 മാസം ഈ കൈ നമ്മൾ പ്ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അഴിക്കുമ്പോൾ അവസ്ഥ പറഞ്ഞാൽ ഈ കൈ ആകെ വണ്ണൊക്കെ കുറഞ്ഞ് ആകെ ഒരു ബലം ക്ഷയിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ എന്താക്കി അത് കഴിഞ്ഞ് നേരെ കോളേജിൽ പോയി. പിറ്റേ ദിവസം ക്യാമ്പിന് ഇറങ്ങി കയ്യുത്തി വീണ് എനിക്ക് വേദന ഉണ്ടായി. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മളൊരു ആത്മവിശ്വാസം നമ്മളൊരു മാനസിക ശക്തി എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എന്തെങ്കിലും പറ്റണേ എനിക്ക് കളിക്കണം എന്നുള്ളൊരു മൈൻഡ് തന്നെ ആയിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ അന്ന് ആ കൈയോട് ഞാൻ സ്റ്റീലിട്ടപ്പോൾ എനിക്ക് എന്തൊരു പവർ കയറിയ പോലെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് ചേഞ്ച് ആവണത്. ആ സ്റ്റീലിട്ട് ആ ഒരു വർഷത്തിനിടയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ടെന്നീസ് ബോളിൽ ഫേമസ് ആയി. കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ടൂർണമെൻറ്റ്സും കളിച്ചു. എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് നമ്മുടെ ഹീറോ കപ്പ് ഉണ്ട്. ആ ഹീറോ കപ്പ് ഇത്ര ഒരു ഫേമസ് ആവാനുള്ള കാരണം ആ ഒരു ഗ്രൗണ്ടായിരുന്നു. ഒരു 25-30 മീറ്റർ ഉള്ളൊരു ബൗണ്ടറി ഗ്രൗണ്ട് വൈക്കത്തൊരു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ ആ ടൂർണമെൻറ്റ് കളിച്ച് അതേമാതിരി തന്നെ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ടൂർണമെൻറ്റും കളിച്ച് അതിൻ്റെ അവസാനമായിട്ട് അത്രയിലൊരു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മാച്ച് സീരീസ് ബൈക്ക് ഉണ്ടായി. അത് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതുവരെ ആദ്യമായിട്ട് ഒരാൾക്കും അങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടന്നിട്ടില്ല, അങ്ങനെ ഒരു മാച്ച് സീരീസ് ഒരു ബൈക്കും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഓഫർ വരികയാണ്. അപ്പോൾ എനിക്ക് 22 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലും ഗൾഫ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്വർഗം പോലെ ആയിരുന്നു. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അവിടെ പോണ് ബാറ്റ് പിടിക്കാൻ അറിയാത്ത ആളുകൾക്ക് അവിടെ പോയിട്ട് എല്ലാഴ്ച ട്രോഫി പിടിച്ച് ഫോട്ടോ എടുക്കുക ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിൽ കളിക്കാണ്ട് ഈ ഗൾഫിൽ പോയിട്ട് 50-100 സ്റ്റാറ്റസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കാശിന് കാശി അങ്ങനെയല്ല, നമ്മൾ വീട്ടുകാരെ രക്ഷിക്കണം, നാട്ടുകാരെ രക്ഷിക്കണം, ബന്ധുക്കളെ രക്ഷിക്കണം. ഈ ഒരു മൈൻഡിൽ ഗൾഫിൽ നിന്ന് ഓഫർ ഒന്ന് നേരെ കയറിപ്പോയി. 2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ പോയിട്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷം ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് നിന്നത്. ഇതിൻ്റെ ഒരു ഇതിൽ എന്താ പറയുക, ഇതിനിടയിൽ ലൈഫ് മാറുന്നത് എൻ്റെ കല്യാണം നടന്നു 25 വയസ്സിൽ. കറക്റ്റ് 24-25 വയസ്സാകുമ്പോൾ എൻ്റെ കല്യാണം നടന്നു. അതെന്നെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്താ പറയുക അത് കുറച്ച് നേരത്തെ ആയി പോയി തുടങ്ങിയിട്ടുണ്ടായി. ആ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ആ കല്യാണം കഴിഞ്ഞ് കോവിഡിൻ്റെ ടൈമിലായിരുന്നു കല്യാണം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഞാൻ തിരിച്ചു പോയില്ല. നാട്ടിൽ നമ്മുടെ തൃശ്ശൂരത്തെ പ്രീമിയർ ലീഗ് കളിക്കാൻ വേണ്ടി ഞാൻ നിന്ന് 40 ദിവസം ലീവിന് 2.5-3 മാസം വരെ നാട്ടിൽ നിന്ന് ലാസ്റ്റ് കമ്പനിയിൽ നിന്ന് വിളിച്ച് ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ തന്നെ നിന്ന് പിന്നീടുള്ള ഒരു 6 മാസം ഒരു 8 മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മളെ ഈ കാശില്ല, കളിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ
കുറേ ജോലി കൂലിപ്പണിക്ക് വരെ പോയിട്ട് ഒരു 4 മാസത്തോളം പുല്ല് വെട്ടി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഗൾഫിൽ നമ്മൾ എ സിയിൽ ഇങ്ങനെ ഇരുന്ന് കസേരയിരുന്ന് കറങ്ങാം, ഇവിടെ നട്ടുച്ചയ്ക്ക് ഞാൻ അതായത് നട്ടുച്ചയ്ക്ക് പുല്ല് വരെ വെട്ടിയിട്ടുണ്ട്. അതായത് ഒരു ജോലിക്ക് പോയിട്ട് നമ്മളൊരു ഇതിൽ ജോലിക്ക് പോയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചും കുറേ പോകാൻ ട്രൈ ചെയ്ത് അങ്ങനെ പിന്നെ പതുക്കെ നാട്ടിൽ ടൂർണമെൻറ്റ്സ് സ്റ്റാർട്ടായി. പിന്നെ അതിൻ്റെ ഒരു അവസാനമായിട്ട് MCL കളി വന്നു. നമ്മളൊരു സമയം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൊച്ചുണ്ടായി. അപ്പം നമുക്ക് കൊച്ചുണ്ടായാലുപരി നമുക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളതിൽ അന്ന് എൻ്റെ ഓണർ പോലും എന്നെ വിളിച്ചിട്ടില്ല, കളിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രൗണ്ട് മൊത്തം സർപ്രൈസ് ആവുകയാണ്. അതായത് ഒരിക്കലും എന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് കുട്ടി ഉണ്ടായി 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഒരു 65-70 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഗ്രൗണ്ടിലെത്തി. അതിനോടുള്ള ഒരു ഇതുകൊണ്ടൊക്കെ ആവണം ആ ടൂർണമെൻറ്റ് നന്നായി ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ നമ്മുടെ ലൈഫ് മാറി, ചേഞ്ചായി. അപ്പോൾ ഈ നാട്ടിലെ സപ്പോർട്ടും അല്ലെങ്കിൽ പുതിയ ഓരോ ക്രിക്കറ്റേഴ്സ് ആ ഒരു ഇടയിൽ എങ്ങനെയുണ്ട് ISPL കളിച്ച ശേഷമുള്ള ഒരു സപ്പോർട്ട്? അതായത് ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ എൻ്റെ ജില്ലയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ബാൻഡ് ടൂർണമെൻറ്റ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂരത്തെ ഒരു ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റാണ് തൃശ്ശൂർ പ്രീമിയർ ലീഗ്. ഈ പ്രീമിയർ ലീഗ് കളിച്ച പ്ലേയേഴ്സിനെ ബാനാക്കിയിട്ട് ഒരുപാട് ടൂർണമെൻറ്റ്സ് കളിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഉണ്ടായ ഒരു പ്ലെയറാണ്. അതായത് ഇപ്പോൾ ഒരു കോവിഡിന് ശേഷം കളി തുടങ്ങി അല്ലെങ്കിൽ കുറച്ച് ഇതായ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ ഇന്ന് ആ ബാൻഡ് ടൂർണമെൻ്റ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് അവിടെ എങ്ങനെ വെച്ചാൽ ഇപ്പം അതായത് ബാൻഡ് ടൂർണമെൻറ്റ് ഇപ്പം നമ്മുടെ തൃശ്ശൂരിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തൃശ്ശൂർ പ്രീമിയർ ലീഗ് കളിച്ച പ്ലേയേഴ്സിന് ബാൻ, ലാസ്റ്റ് സീസൺ കളിച്ച പ്ലേയേഴ്സിന് ബാൻ, അതിങ്ങനെ ഓരോ കാറ്റഗറി പോലെയാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ബാൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ തൃശ്ശൂർ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ല ടീം കളിക്കാൻ വരുമ്പോൾ വെച്ചാൽ ആ ടീം ഇപ്പോൾ നല്ലൊരു ടീം നമ്മൾ കപ്പടിക്കാൻ വേണ്ടി ഒരു ടീം സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല പ്ലേയേഴ്സാണ് ഉണ്ടാവുക. ആ നല്ല പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 99% ആൾക്കാർ ഈ തൃശ്ശൂർ പ്രീമിയർ ലീഗ് കളിച്ച പ്ലേയേഴ്സും. അപ്പോൾ അത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ ബാക്കി ടീമുകൾ അവരത് ഉദ്ദേശിച്ചത് അതായത് ചെറിയ ടീമുകൾക്ക് കളിക്കാൻ പറ്റുള്ള അല്ലെങ്കിൽ അവർ കപ്പടിക്കാൻ പറ്റുള്ള അവർക്ക് എൻട്രി ആ ഒരു ഇതിലാണ് തൃശ്ശൂർ നടക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കളി ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ അതായത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവിടെ ഞാൻ തൃശ്ശൂർ ക്രിക്കറ്റിലേക്ക് എത്തി. ഒരു 1.5 വർഷത്തോളം അവിടെ കളിച്ച് ഒരു അതായത് നമ്മൾ ടാലൻ്റ് ഉണ്ടായിട്ടില്ല, ഒരു എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ കളിച്ച് നമുക്കൊരു ചാൻസ് കിട്ടി, അതിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അവിടെ നേരെ പിന്നെ നമ്മൾ അടുത്ത കേരളത്തിൽ വന്നു. ആദ്യം വന്നു, ബാറ്റിംഗ് ഇല്ല ബോളിംഗ് ഇല്ല, അങ്ങനെ കുറേ കാലം പോയി. അത് കഴിഞ്ഞ് നമുക്കൊരു ചാൻസ് കിട്ടി, അത് നമ്മൾ അവിടെ പെർഫോം ചെയ്തു. പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി. ഇപ്പം നമ്മൾ കളിച്ച് തുടങ്ങിയ സമയത്തായാൽ പോലും അന്ന് പേര് കേട്ട പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാനുള്ള ഇപ്പോൾ ആ ബാറ്റ്സ്മാൻമാർ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോൾ എറിയുമ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഓർപ്പിച്ച് അല്ലെങ്കിൽ ഫുൾ ടോസ് ആകുക വെച്ചാൽ അത് നമ്മൾ ഇന്ന ബാറ്റ്സ്മാനാണ് നിൽക്കണേ. അപ്പം നമുക്ക് ഒരു പേടിനുള്ളിൽ ആ പേടി വന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കളിച്ച് എക്സ്പീരിയൻസ് ആയി. അതായത് ഇപ്പം നമുക്ക് ആര് വന്നാലും ഒരു ഇതിൽ ഇപ്പം അതിലും വലിയൊരു ഇത് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ISPL കളിച്ച ആളാണ്. ISPL ഫസ്റ്റ് 2 മാച്ചൊക്കെ ഞാൻ കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ അറിയില്ല. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ഒരു ഓൾമോസ്റ്റ് നല്ലൊരു ഫീൽഡറാണ്. ഈ ISPL 5 മാച്ചാണ് കളിച്ചത്. നമ്മൾ 5 മാച്ച് കളിച്ച് ഈ 5 മാച്ച് നിൽക്കുമ്പോഴും എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ വെച്ചാൽ എൻ്റെ കൈക്ക് ബോൾ വരല്ലേ വെച്ചാൽ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന പ്ലേയേഴ്സ് അത്രയും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. എൻ്റെ കയ്യിൽ ക്യാച്ച് പോവും. ഈ ഒരു ഇതായിരുന്നു. ബാറ്റ് ചെയ്യുമ്പോൾ പോലെ പോലും ഫുൾ ടോസ് വന്നാൽ പോലും അടിക്കണോ മുട്ടണോ എന്ത് ചെയ്യണം, ഔട്ടായി ഇനി അടുത്ത ചാൻസ് കിട്ടും. അതുപോലെ തന്നെ 2ാമത്തെ മാച്ചിൽ ഞാനൊരു 6 അടിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സംഭവം ഇറങ്ങി പോണ പോലെ ഉണ്ട്. അപ്പോഴാണ് നമ്മളൊരു ഫ്രീ ആയത്. അതുവരെ നമ്മൾ വേറെ ഏതോ ലോകത്ത് ഇപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ വേറൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതെല്ലാം പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ എൻ്റെ തൃശ്ശൂരുകാരോട് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ബാൻഡ് ടൂർണമെൻറ്റ് കളിച്ചാൽ ഇപ്പം ഞാൻ ബാൻഡ് ടൂർണമെൻറ്റ് കളിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിന്ന് ഇവിടെ ഇരിക്കേണ്ടാവില്ല. മനസ്സിലാവുക? ഇപ്പം നിങ്ങളായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് എനിക്കുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പം അതായത് നമ്മൾ ഇപ്പം അത്യാവശ്യം കളിച്ച് നമ്മളിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതായതുകൊണ്ട് മീൻസ് അതെങ്ങനെ പറയാതെ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ കളിച്ചിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കളിക്കണോണ്ടല്ല നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കണം. ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാൻഡ് ടൂർണമെൻറ്റ്സ് കളിക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കുക. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലമല്ല, ഒരു 10 വർഷം മുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കേണ്ട ചോദിച്ചാൽ കളിക്കുന്നുണ്ട്, ബാക്കി ദിവസം പണിക്ക് പോകുന്നുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 വർഷം ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലായി ടെന്നീസ് ബോൾ പ്രൊഫഷണലായി. അതായത് നമ്മൾ ഒരു പ്രൊഫഷണൽ പ്ലെയറായി നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമ്മൾ ഫോമിലിരിക്കുന്ന നമ്മൾ അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ച് അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതായത് ലോങ് ആയിട്ട് നമുക്കിത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇതിൽ കൊണ്ട് ജീവിച്ച് നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. പക്ഷേ ഈ ബാൻഡ് ടൂർണമെൻറ്റ്സ് കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരാൾ നമ്മൾ അറിയണില്ല, ഒരു നല്ല പ്ലെയർ നമ്മൾ അറിയണില്ല. ഇപ്പം ഞാനായാൽ പോലും നമ്മൊരു സ്ഥലത്ത് കളിക്കാൻ പോകുമ്പോൾ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവർ പറയണോ നല്ല പ്ലെയർ, പക്ഷെ നമുക്കറിയില്ല എന്ന് വെച്ചാൽ അമ്മ അവർ കളിക്കുന്നത് കണ്ടിട്ടില്ല. മനസ്സിലായി? അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുമാതിരി 1-2 സ്ഥലത്തൊക്കെ ഇങ്ങനെ ബാൻഡ് ടൂർണമെൻറ്റ്സ് നടക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ബാൻഡ് ടൂർണമെൻറ്റ്സ് എന്ന് പറയുന്ന പ്ലേയേഴ്സിനെ സംബന്ധിച്ചാൽ ഒരിക്കലും അവർക്ക് അതുകൊണ്ട് അതൊരു മുന്നോട്ട് പോക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊരു അടുത്ത ലെവലിലേക്ക് അവരൊരിക്കലും എത്തില്ല. അതെനിക്ക് പറയാം. കേരളത്തിൽ നിന്ന്
ടെന്നീസ് ബോളിൻ്റെ ഒരു ഏറ്റവും വലിയ വേദി കളിച്ച ഒരു പ്ലെയറാണ്. അപ്പം നമ്മളുടെ പുതിയ തലമുറ ടെന്നീസ് ബോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെതർ ബോൾ ആയിക്കോട്ടെ ഏത് രീതിയിലായാലും ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയോട്, പുതിയതായി വരുന്ന ഒരു പ്ലെയറിനോട് എന്താണ് മൻസൂറിൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്? അതായത് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനോട് 100% നമ്മൾ, അതായത് നമ്മൾ അതിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. അതൊരു കേസാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഗെയിമായാലും നമ്മളൊരു, അതായത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളി, ഇപ്പോൾ ഞാൻ ഒരു പ്ലെയറാണ്, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് കളി ഉണ്ടാവും, ചിലപ്പോൾ നാളെ കളി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ക്യാരക്ടറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മൾ മരിക്കണവരെയും ആ ആളുകൾക്ക്, നമ്മളെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക്, നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവും. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ നാട്ടിൽ, അതായത് ഫോമിലുള്ള സമയത്ത് ജാടായിട്ട് അല്ലെങ്കിൽ ആരോടും മിണ്ടാണ് കുറച്ച് എയർ പിടിച്ച് നടന്ന ആൾക്കാർ, അതായത് അവർ ഫോം ഔട്ട് ആവുന്ന സമയത്ത് അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ, അതായത് നമ്മൾ അറിയുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 100% ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് നമ്മൾ ഈ ലഹരി കാര്യങ്ങൾ ഉപയോഗിക്കണേന്, അതായത് അത് ഇപ്പം ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, നാളെ ചിലപ്പോൾ അതെന്നെ ബാധിക്കും, അത് നമ്മളെ എന്തായാലും ബാധിക്കും. അപ്പം മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളിൽ ഒഴിവായി നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ലെവലിൽ വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി 100% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമുക്ക് വരുമാനമായാലും, അതായത് നമുക്ക് അല്ലെങ്കിൽ അടുത്തൊരു ലൈഫായാലും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ISPL എന്ന് പറഞ്ഞാൽ സെയിം IPL മോഡൽ, അതായത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ അതേ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം നടന്ന ട്രയൽസ് പോലെ അല്ല ഈ വർഷം നടക്കുന്ന ട്രയൽസ്. അത് ഇനിയിപ്പോൾ അതായത് കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ ഒരു 100 ഇരട്ടി അല്ലെങ്കിൽ ഒരു 10 ഇരട്ടി 20 ഇരട്ടി 30 ഇരട്ടി ഈ വർഷം രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്തവണ എന്താ വെച്ചാൽ കഴിഞ്ഞ കളിച്ചത്ര ടീമുകൾ 6 ടീമാണ് കഴിഞ്ഞ ഉണ്ടായത്, ഇത്തവണ 6 ടീമുള്ളൂ. അത് ചിലപ്പോൾ അടുത്ത വർഷം കൂടാം. അപ്പോൾ പ്ലേയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒന്ന്, നമ്മളെ ക്യാരക്ടർ ഒന്ന്, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ലഹരി കാര്യങ്ങൾ 2, പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഇതിനോട് 100% ആത്മാർത്ഥത കാട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. അടുത്തതായിട്ട് വരാനിരിക്കുക ISPL, അതിന് മുമ്പ് ഏതൊക്കെ ടൂർണമെൻറ്റുകളാണ് കമ്മിറ്റ് ആയിട്ടുള്ളത്? ഏതായാലും ടൂർണമെൻറ്റ്സ് ഒക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആയി. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ISPL ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോവോ, ഇപ്പോൾ ബ്ലൂ ടിക്കറ്റിൻ്റെ ഇതുവരെ ഇപ്പോൾ സ്റ്റിമുലേഷൻ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുവരെ അതിൻ്റെ ഒരു ഇതായിട്ടില്ല. അപ്പോൾ അത് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കളി, ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ISPL കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മളാ കളിച്ച ടീം, അതായത് ഇപ്പോൾ അതിൻ്റെ കോച്ചസ് കാര്യങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നോർത്തിൽ നമുക്ക് കളികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടുത്തെ കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ പറഞ്ഞ പോലെയാണ് ആഴ്ചയിൽ നമുക്ക് അത്യാവശ്യം കളികൾ കിട്ടുന്നത്. മീൻസ് ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം കളിയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, ഇപ്പോൾ അത്യാവശ്യം കളിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ അടുത്ത ആഴ്ച, ഇപ്പോൾ ഇന്ന് ഈ ഒരു കളി നടക്കണോണ്ട് ഒരു കളി ഒഴിവാക്കിയിട്ടുണ്ടായി. പിന്നെ ഇപ്പോൾ അടുത്ത ആഴ്ചയുള്ള കുറച്ച് ടൂർണമെൻറ്റ്സ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ, അതായത് ഇപ്പോൾ നാട്ടിലിപ്പോൾ പ്രീമിയർ ലീഗുകളുണ്ട്, ഇപ്പോൾ നാട്ടിലെ നല്ല പ്ലേയേഴ്സിനോടാണ്, അതായത് നമ്മളെ പ്ലേയേഴ്സിനോട് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ റമീസ് ആയാലും ഷിജിലപ്പ് ആയാലും ഫിറാസ് ആയാലും അങ്ങനെ നമ്മളെ അറിയപ്പെടുന്ന പ്ലേയേഴ്സ് ഉണ്ട്, അതായത് അറിയുന്ന പ്ലേയേഴ്സ്. ഇപ്പോൾ പുറത്ത് കളി, അതായത് നമുക്ക് പുറത്ത് കളി വരുമ്പോൾ ഇപ്പോൾ നാട്ടിലൊരു പ്രീമിയർ ലീഗ് ഒഴിവാക്കി പുറത്ത് പോയി കളിച്ചാൽ അത് അവരെ സംബന്ധിച്ചാലും ബെനിഫിറ്റാണ്. ഇപ്പോൾ എന്നെക്കാളും ടാലൻ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് ചിലപ്പോൾ ഇവിടെ കണ്ടിന്യൂ 100 അടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അവിടെ പോയി 100 അടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ 10 റൺ അടിക്കാൻ പറ്റില്ല. അതൊരു നമ്മൾ കളിച്ചൊരു ഇതാവണമാണ്. അപ്പോൾ അവരോടായ പോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നാട്ടിൽ, അതായത് പുറത്തൊരു കളി വിളിച്ചാൽ ഇപ്പോൾ പേയ്മെൻറ്റ് നോക്കേണ്ട കാര്യമില്ല, നമ്മൾ പോയി കളിച്ച് 2 3 പോയി കളിച്ചാൽ പോണ കളിയാവും, ചിലപ്പോൾ അവർ പെർഫോം ചെയ്ത് സ്ഥിരമായി വിളി വരും. അവിടുത്തെ കളി എന്ന് വേറെ ലെവലാണ്. ഇപ്പോൾ ഈ ISPL പോലത്തെ കളികൾക്ക് പോലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, മീൻസ് നമ്മൾ ആ കളിക്കണത് നമ്മളെ ഒരു സൈഡിൽ കൂടെ നമുക്കതൊരു ബെനിഫിറ്റാണ്. മീൻസ് അത് നമുക്കൊരു ഉപകാരപ്പെടും എപ്പോഴേലും. ഇപ്പം ഈ ISPL കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പോൾ എനിക്കായ പോലും അതിന് മുന്നേ നമ്മൾ ആരും അറിയില്ല, അവിടുത്തെ ഒരാൾ പോലും അറിയില്ല. ഇപ്പോൾ അവിടുത്തെ പ്ലേയേഴ്സ് ഇവിടെ നിന്ന് കളിക്കാറുണ്ട്, നമ്മളെ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യാറുണ്ട്. ഈ ISPL കളിച്ചോട് കൂടി അവർ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അത് നമ്മൾ ഭയങ്കര പ്ലെയർ ആയിട്ടൊന്നുമല്ല, നമ്മളെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ പുറത്ത് ടൂർണമെൻറ്റ്സ് വരുമ്പോൾ നമ്മളെ നാട്ടിലെ കളി, ഇപ്പോൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആഴ്ചയും പ്രീമിയർ ലീഗുകൾ അത്യാവശ്യം നല്ല നല്ല കളികളുണ്ട്. പക്ഷെ അത് ഒഴിവാക്കി പുറത്ത് പോയി കളിച്ചാൽ പോലും അത് അവർക്ക് നാളെ അതായത് നാളെ മീൻസ് ഇപ്പോൾ അടുത്തൊരു ടൂർണമെൻറ്റ് ഇപ്പോൾ പോണ കളി പെർഫോം ചെയ്തപ്പോൾ ഓൾറൗണ്ടേഴ്സിനൊക്കെ ഭയങ്കര സ്കോപ്പാണ്. ഓൾറൗണ്ടേഴ്സ്, ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബെനിഫിറ്റാണ്. കട്ടേഴ്സ്, അതായത് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ കട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള ആഷിഖ് അലി എന്ന് പറഞ്ഞ ബോളർ ഇപ്പോൾ ഇന്ത്യയിലെ വേണ്ടി നമുക്ക് നമ്പർ 1 ബോളറായിട്ട് ഇപ്പോൾ പറയാം കറൻറ്റ്. അതായത് ആഷിഖ് അലി അത്രയും, അതായത് ആഷിഖ് അലി കട്ടർ എറിഞ്ഞ് ഇപ്പോൾ ആഷിഖ് അലി ഇപ്പോൾ നോർത്തിൽ പോയാൽ പോലും ആഷിഖ് അലി ഒരു ടൂർണമെൻറ്റ് കളിച്ചാൽ ചിലപ്പോൾ ടോട്ടൽ ടൂർണമെൻറ്റ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും ഒരു 10 ഓവർ ചിലപ്പോൾ 1 2 6 ആവും. നോർമലി അവിടെ കളിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലെവൽ ക്രിക്കറ്റ് വേറെയാണ്. അപ്പോൾ ആഷിഖ് അലി ആയാൽ പോലും ആഷിഖ് അലി ഇപ്പോൾ നാട്ടിലെ ടൂർണമെൻറ്റ്സ്, ഞാൻ നാട്ടിൽ ടൂർണമെൻറ്റ്സ് കളിക്കരുതെന്നല്ല, അപ്പോൾ നാട്ടിലേക്കാളും ഉപരി
പുറത്തെ കളികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അവിടെ പോയി എക്സ്പീരിയൻസ് ആളിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 കൊല്ലമായിട്ട് പുറത്ത് പോയി കളിച്ച് ഇത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, അതായത് പുറത്ത് ചാൻസ് കിട്ടിയാൽ ആരെങ്കിലും വിളിച്ചാൽ പോലും ഇപ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും ആരെല്ലാം വേണം. ഇപ്പം എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കളി ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് ചിലപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ മാറ്റാം. എല്ലാ കളിക്കാരും അങ്ങനെ ഉണ്ടാവണതാണ്. നാട്ടിലെ കളി എന്ന് പറഞ്ഞാൽ ഇന്നുള്ള കളിയാണ്. ഇപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ 100% നമ്മളൊരു 100% ഉണ്ടെങ്കിൽ ഒരു 60% ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങ് നാട്ടിലെങ്ങനെയും പിടിച്ച് നമ്മുടെ പേരുമാ. ഇപ്പം ഞാനിപ്പോൾ മൻസൂർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്ലെയർ നല്ലൊരു പ്ലെയർ വന്ന് നിൽക്കുമ്പോൾ എഗെയിൻസ്റ്റ് ഒരു നോർമൽ ബോളറിനെങ്കിൽ അവനെ എറിയാൻ പേടിയായിരിക്കും. ആ മനസ്സിൽ പേടി വരുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ടോം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല പ്രായത്തിൽ പുറത്ത് പോയി നമുക്ക് കളിച്ച്, അതായത് നമുക്ക് അവിടെ സെറ്റ് ആവാൻ പറ്റുക, അത് നമ്മുടെ ലൈഫിന് നല്ല രീതിയിൽ നമുക്കതൊരു ഇതായിരിക്കും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ ടൂർണമെൻറ്റുകൾക്കും നല്ല നല്ല ഇന്നിങ്സുകൾ കളിച്ച് ISPL വേദികളിൽ സ്ഥിരമായിട്ട് മാറി നല്ലൊരു പ്ലെയറായി മാറട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു.